വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചാണ്. എന്താണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന? പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വിളിക്കുന്ന പേരാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ പശ്ചിമ യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന. ഈ യൂറോപ്യൻ വൻകരയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവും ഏത് തന്നെയാണ്? യൂറോപ്യൻ യൂണിയൻ ആണ്. അപ്പൊ യൂറോപ്പ് എന്ന് പറയുന്ന വൻകരയിലെ ഏറ്റവും വലിയ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ശക്തിയും ഈ രാജ്യങ്ങളുടെ, ശരിക്കും 27 രാജ്യങ്ങളാണ്, 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് വിളിക്കുന്നത്. ഇവരുടെ ഒരു ഏകീകൃത യൂറോപ്പ് രൂപീകരിക്കണം എന്നുള്ള വിചാരവുമായിട്ട് 1951 മുതൽ ധാരാളം ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. കുറേയധികം മീറ്റിങ്ങുകളും ചർച്ചകളൊക്കെ നടക്കുകയുണ്ടായി. അതിന്റെ പരിണിത ഫലമായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന നിലവിൽ വരുന്നത്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന പേരിലല്ല അത് നിലവിൽ വന്നത്. 1957 ഒരു റോം ട്രീറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റി, അതായത് ഒരു ഉടമ്പടി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സന്ധി ഉണ്ടായി. ആ സന്ധിയുടെ പരിണിത ഫലമായി യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ആദ്യം നിലവിൽ വന്നത്. ഏതാ നിലവിൽ വന്നേ? യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി എന്നായിരുന്നു. ആ യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സന്ധി ഏത്, അല്ലെങ്കിൽ ഉടമ്പടി ഏത്, അല്ലെങ്കിൽ ട്രീറ്റി ഏതാണ്? ആ ട്രീറ്റിയുടെ പേര് റോം ട്രീറ്റി എന്നാണ്. എന്താ ട്രീറ്റിയുടെ പേര്? റോം ട്രീറ്റി. അങ്ങനെ ഇങ്ങനെ ഒരു സംഘടന നിലവിൽ വരികയാണ്. ഇനി അതിനുശേഷം ഈ യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഘടന യൂറോപ്യൻ യൂണിയൻ എന്ന പേരിലാവാൻ കാരണമായിട്ടുള്ള വേറൊരു ട്രീറ്റി ഉണ്ട്. അതിന്റെ പേരാണ് മാസ്ട്രിച്ച് ഉടമ്പടി. ഏതാണ്? മാസ്ട്രിച്ച് ഉടമ്പടി. അപ്പൊ 1993 മാസ്ട്രിച്ച് ഉടമ്പടി. ആ ഉടമ്പടി പ്രകാരമാണ് യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റിക്ക് പകരം എന്ത് വന്നത്? യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അതായത് പശ്ചിമ യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ആ സംഘടനയുടെ പേരാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ വൻകരയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഏതന്നെയാണ്? യൂറോപ്യൻ യൂണിയൻ തന്നെയാണ്. ഒരു ഏകീകൃത യൂറോപ്പ് ഉണ്ടാക്കുക എന്ന് 1951 മുതലുള്ള യൂറോപ്പുകാരുടെ, അല്ലെങ്കിൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളുടെ ആഗ്രഹത്തിന്റെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ട് നിലവിൽ വന്നതാണ് ഈ സംഘടന. യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ 1957 ഇത് നിലവിൽ വന്നത്. അത് നിലവിൽ വരാൻ കാരണമായത് റോം ട്രീറ്റിയാണ്. ഈ യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി യൂറോപ്യൻ യൂണിയൻ ആയത് 1993 യൂറോപ്യൻ യൂണിയൻ ആവാൻ കാരണമായ ഉടമ്പടി മാസ്ട്രിച്ച് ഉടമ്പടിയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് യൂറോപ്യൻ യൂണിയൻ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇവരുടെ പൊതുവായിട്ടുള്ള കുറേയധികം പ്രത്യേകതയുണ്ട്. ഇവർക്ക് പൊതുവായിട്ടുള്ള ഒരു വ്യാപാര നയമുണ്ട്, പൊതുവായിട്ട് കാർഷിക നയമുണ്ട്, പൊതുവായിട്ടുള്ള നാണയമുണ്ട്, ഒരു ഏകീകൃത കമ്പോൾ ഉണ്ട്. ഇതൊക്കെ ഇവരുടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള പ്രത്യേകതകളാണ്. അതുപോലെ അംഗരാഷ്ട്രങ്ങളിൽ, യൂറോപ്യൻ യൂണിയനിൽ ഏതൊക്കെ അംഗരാഷ്ട്രങ്ങൾ ഉണ്ടോ ആ അംഗരാഷ്ട്രങ്ങളിലെ പൗരന്മാർക്കൊക്കെ തന്നെ യൂണിയനിൽ എല്ലായിടത്തും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കുന്നുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? അവർക്ക് പൊതുവായിട്ടുള്ള നാണയമുണ്ട്, പൊതുവായിട്ട് വ്യാപാര നയമുണ്ട്, പൊതുവായിട്ടുള്ള ഒരു കാർഷിക നയമുണ്ട്, ഏകീകൃത കമ്പോൾ ഉണ്ട്. അംഗരാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് യൂണിയനിലെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ഇനി അടുത്തത് യൂറോപ്യൻ യൂണിയനെ കുറിച്ച്, അതിന്റെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം. എവിടെ ആസ്ഥാനം? ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ഇനി യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. അംഗങ്ങൾ എത്ര പേരാണ്? യൂറോപ്യൻ യൂണിയനിൽ 27 അംഗങ്ങളാണ്. എത്ര പേരാ? 27 അംഗങ്ങളാണ്. അവസാനം യൂറോപ്യൻ യൂണിയനിൽ അംഗമായത് 2013 ക്രൊയേഷ്യയാണ്. അവസാനം യൂറോപ്യൻ യൂണിയനിലെ അംഗം 2013 ക്രൊയേഷ്യ. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവസാനമായിട്ട് പുറത്തായ രാജ്യം ബ്രിട്ടനാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവസാനമായിട്ട് പുറത്തായത് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തിച്ചേർന്നത് ആരാണ്? ക്രൊയേഷ്യയുമാണെന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന് സ്വന്തമായിട്ട് ഒരു ദേശീയ ഗാനുണ്ട്. എന്തുണ്ട്? ദേശീയ ഗാനം ഓഡ് ടു ജോയ് എന്നാണ് അവരുടെ ദേശീയ ഗാനത്തിന്റെ പേര്. എന്താണ്? ഓഡ് ടു ജോയ്. അതാണ് യൂറോപ്യൻ യൂണിയൻ
യൂണിയന്റെ സ്വന്തമായിട്ടുള്ള അവരുടെ ദേശീയ ഗാനം. യൂറോപ്യൻ യൂണിയന് ആപ്തവാക്യമുണ്ട്. എന്താണ്? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. എന്താണ്? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആപ്തവാക്യം. യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. അപ്പൊ ഓഡ് ടു ജോയ് എന്ന് പറയുന്നത് ദേശീയ ഗാനാണ്. ആപ്തവാക്യം യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് അല്ലെ. അതുപോലെ തന്നെ അംഗങ്ങളുടെ എണ്ണം 27ആണ്. അവസാനം അംഗമായത് 2013 ക്രൊയേഷ്യയാണ്. ഇനി അതുപോലെ തന്നെ അവസാനമായിട്ട് പുറത്തായ രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. അവസാനമായിട്ട് പുറത്തായ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാ പറയുന്നത്? ബ്രിട്ടൻ ആണ് അവസാനമായിട്ട് പുറത്തായത് എന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞു, അതൊന്നും കൂടെ പറയാം. എന്താണ്? ഇവ അംഗരാഷ്ട്രങ്ങളിലെ പൗരന്മാർക്കൊക്കെ യൂണിയനിൽ എവിടെയും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവർക്ക് പൊതുവായിട്ടുള്ള വ്യാപാര നയമുണ്ട്, പൊതുവായിട്ടുള്ള കാർഷിക നയമുണ്ട്, ഏകീകൃത കമ്പോളുണ്ട്. അടുത്ത നമ്മൾ പറഞ്ഞു ഇവർക്ക് ഒരു പൊതു നാണയമുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ പൊതു നാണയത്തിലേക്ക് നമുക്ക് കിടക്കാം. യൂറോപ്യൻ യൂണിയന്റെ പൊതുവായിട്ടുള്ള നാണയം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കറൻസിക്ക് വിളിക്കുന്ന പേര് യൂറോ എന്നാണ്. യൂറോപ്യൻ യൂണിയന്റെ പൊതുവായിട്ടുള്ള കറൻസിയുടെ പേരെന്താ? യൂറോ എന്നാണ്. ഈ യൂറോ എന്നാണ് നിലവിൽ വന്നത്? 1999 ജാനുവരി 1-നാണ്. 1999 ജാനുവരി 1-നാണ് യൂറോ നിലവിൽ വരുന്നത്. എന്നാൽ യൂറോ ഉപയോഗിച്ചിട്ടുള്ള അവരുടെ വ്യാപാര വിനിമയങ്ങളൊക്കെ അവർ നടത്തി തുടങ്ങിയത് 2002 ജാനുവരി 1 മുതലാണ്. അപ്പൊ യൂറോ 99 വന്നുവെങ്കിലും 2002 ജാനുവരി 1 തൊട്ടാണ് യൂറോ ഉപയോഗിച്ചിട്ട് അവർ വ്യാപാരങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവർക്ക് പൊതുവായിട്ടുള്ള നാണയം, പൊതുവായിട്ടുള്ള വ്യാപാരം, പൊതുവായിട്ടുള്ള കാർഷിക നയം, ഏകീകൃത കമ്പോളമൊക്കെ ഉണ്ട്. അപ്പൊ ഈ അംഗരാഷ്ട്രങ്ങൾ 27 അംഗരാഷ്ട്രങ്ങൾ തമ്മിൽ വ്യാപാരം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്തു കൊണ്ടുവന്നത്? ഒരു പൊതു നാണയം കൊണ്ടുവന്നത്, യൂറോ. ഈ യൂറോ വിനിമയവുമായി ബന്ധപ്പെട്ടും ഒരു ഉടമ്പടി ഉണ്ട്. ആ ഉടമ്പടിയുടെ പേര് മാസ്ട്രിച്ച് ഉടമ്പടി. അപ്പൊ യൂറോപ്യൻ യൂണിയൻ വരാൻ കാരണമായിട്ടുള്ള ഉടമ്പടി മാസ്ട്രിച്ച് ഉടമ്പടിയാണ്. യൂറോ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉടമ്പടി മാസ്ട്രിച്ച് ഉടമ്പടിയാണ്. എന്നാൽ യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി നിലവിൽ വരാൻ കാരണം റോം ട്രീറ്റിയാണ് അല്ലെങ്കിൽ റോം ഉടമ്പടിയാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ അങ്ങനെ 99 നിലവിൽ വന്ന യൂറോ 2002 ജാനുവരി 1 മുതൽ എന്തിനു ഉപയോഗിച്ചു തുടങ്ങി? വിനിമയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങി. ഈ യൂറോ അച്ചടിക്കുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്. എന്താണ്? ഏത് ബാങ്ക് ആണ് യൂറോ അച്ചടിക്കുന്നത്? യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ആണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്ഥാനം. അപ്പൊ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ആണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്ഥാനം. ആ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ് യൂറോ അച്ചടിച്ച് ഇറക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോ യൂറോപ്യൻ യൂണിയനിൽ 27 അംഗരാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങളിലെ വ്യാപാരങ്ങളൊക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് യൂറോ എന്ന് പറയുന്ന പൊതു നാണയം കൊണ്ടുവന്നത് 99. 2002 മുതൽ വിനിമയവും ആരംഭിച്ചു. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമായിട്ടുള്ള ചില രാജ്യങ്ങളിൽ യൂറോ കറൻസി ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയനിൽ അംഗമായ രാജ്യങ്ങളിൽ യൂറോ കറൻസി ഇല്ലാത്ത രാജ്യം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതൊക്കെ താഴെ പറയുന്ന പോലെ യൂറോ കറൻസി ഇല്ലാത്ത യൂറോപ്യൻ യൂണിയൻ മെമ്പർ ഏതെന്ന് ചോദിക്കാം. ബൾഗേറിയ, ഹംഗറി, പോളണ്ട്, റൊമാനിയ, സ്വീഡൻ, ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ 7 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ യൂറോ കറൻസി ഇല്ല. ഏതൊക്കെയാണ്? ബൾഗേറിയ, ഹംഗറി, പോളണ്ട്, റൊമാനിയ, സ്വീഡൻ, ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ 7 രാഷ്ട്രങ്ങളിൽ യൂറോ കറൻസി ഇല്ല എന്നും കൂടി ഓർത്തു വയ്ക്കാം. ഇനി യൂറോപ്യൻ യൂണിയന് സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ലഭിച്ച വർഷം 2012 ആണ്. യൂറോപ്യൻ യൂണിയന് സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ച വർഷം 2012 എന്ന് ഓർക്കുക കേട്ടോ. ഇനി അടുത്തത് ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർക്കണം. യൂറോപ്യൻ യൂണിയൻ യൂറോപ്പ് ഡേ ആയിട്ട് ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. ആ ഡേ ഏതാന്ന് ചോദിച്ചാൽ മെയ് 9 ആണ്. അപ്പൊ യൂറോപ്പ് ഡേ ആയിട്ട് യൂറോപ്യൻ യൂണിയൻ ആചരിക്കുന്നത് മെയ് 9 ആണ്. ഇനി യൂറോന്റെ കാര്യം ഒന്നും കൂടെ നമുക്ക് പറയാം. യൂറോപ്യൻ യൂണിയനിലുള്ള 27 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാരവും കാർഷിക നയവും എന്താ പറയുന്നത് ഏകീകൃത കമ്പോളൊക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ യൂറോ എന്ന് പറയുന്ന പൊതു കറൻസി കൊണ്ടുവന്നത്. 99 കൊണ്ടുവന്ന കറൻസി 2002 മുതൽ വിനിമയം ആരംഭിച്ചു. യൂറോ കറൻസി ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ആസ്ഥാനമായിട്ടുള്ള യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ് അടിച്ചിറക്കുന്നത്. അങ്ങനെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അടിച്ചിറക്കുന്ന ഈ യൂറോ കറൻസി നിലവിലില്ലാത്ത ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുണ്ട്. 7 ബൾഗേറിയ, റൊമാനിയ, ഹംഗറി, സ്വീഡൻ, പോളണ്ട്, ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയവയാണ് ആ 7 രാഷ്ട്രങ്ങൾ കേട്ടോ. അതുപോലെ യൂറോപ്യൻ യൂണിയന് സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ചു. 2012 ആണ്. യൂറോപ്പ് ഡേ ആയിട്ട്
ദിനമായിട്ട് യൂറോപ്യൻ യൂണിയൻ ആചരിക്കുന്നത് മെയ് 9 അപ്പൊ ഇത്രയാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് പലപ്പോഴും വരാറുണ്ട്. ഒന്നോ രണ്ടെണ്ണോ ഒക്കെ വന്ന് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതായത് 10th ലെവൽ, +2 ലെവൽ തുടങ്ങിയ പരീക്ഷകൾക്ക് പ്രിലിംസിനൊക്കെ ധാരാളം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എങ്ങനെയായാലും ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.